ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മുടെ അർജുൻ്റെ ഒരു കുസൃതിയാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മുടെ അഞ്ജലിയോട് ചോദിക്കുകയാണ്, നമ്മുടെ ആദ്യ രാത്രി ഇങ്ങനെ കഴിഞ്ഞു പോയി, ഇനി എപ്പോഴായിരിക്കും നമ്മുടെ ശാന്തി മുഹൂർത്തം? ഇത് കേൾക്കുമ്പോഴത്തേനും നമ്മുടെ അഞ്ജലി കുട്ടിക്ക് ആകെ ദേഷ്യം വരികയാണ് കേട്ടോ. അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് പോലെ തോന്നിയത്. അതുകൂടാതെ കുറേ പത്മ കേസ് വീണ്ടും ലൈവ് ആകാനായിട്ടും കൂടി പോവുകയാണ്. അപ്പോൾ അത് നമ്മുടെ അഞ്ജലിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ചതിക്കളികളും ഇനി നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിലുണ്ടായിരുന്നു കേട്ടോ. എന്താണെങ്കിലും അതിനെപ്പറ്റിയൊക്കെ പറയാം. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് അഞ്ജലിയുടെ അച്ഛൻ വളരെ എക്സൈറ്റ്മെൻറ്റിലാണ്. ചെട്ടിയാരുടെ അടുത്ത് നിന്നും ആ കുറി വിളിച്ച് കിട്ടിയ ആ പൈസ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളി വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. അപ്പോൾ പുള്ളി പറയുകയാണ്, ശകുന്തളെ, നമുക്ക് എന്താണെങ്കിലും ദൈവഭാഗ്യമുണ്ട്, നമ്മളെ ദൈവം കൈവിട്ടില്ല. കാരണം ഈ ചിട്ടി വിളിച്ച് കിട്ടിയല്ലോ, ആരുടെ അടുത്തുനിന്നും പൈസയ്ക്ക് വേണ്ടിയിട്ട് കൈ നീട്ടാൻ പോകേണ്ടി വന്നില്ല. ആരുടെ അടുത്തും ചിട്ടി കിട്ടിക്കഴിഞ്ഞാൽ കൈ നീട്ടേണ്ടി വന്നില്ല. പൈസ നമുക്ക് തന്നെ ചിട്ടി വീണ് നമ്മൾ രക്ഷപ്പെട്ടു. ശകുന്തളെ, നമ്മളുടെ മകളുടെ കല്യാണം നമ്മൾ എത്ര ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ദൈവത്തിന് പോലും അറിയാം. ശകുന്തളെ, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെയൊക്കെ അഞ്ജലിയുടെ അച്ഛൻ ആകെ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ പറയുന്നത്. ഇതെല്ലാം കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ അഞ്ജലി കുട്ടിക്കാണ് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അഞ്ജലിയുടെ അച്ഛനും അമ്മയൊക്കെ എത്രത്തോളം എക്സൈറ്റ്മെൻറ്റിലാണ്. മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു, കല്യാണം നടത്താൻ വേണ്ടിയിട്ട് കുറി വിളിച്ചെടുത്തിരിക്കുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് അഞ്ജലിക്ക് എന്ത് പറയണമെന്നറിയില്ല. തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇവരോട് തുറന്ന് പറയേണ്ടത് എപ്പോൾ പറയും, ഇനി എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. അതുമാത്രമല്ല, നമ്മൾ ഇന്നലെ പ്രൊമോയിൽ കണ്ടായിരുന്ന സ്വർണ്ണമൊക്കെ ഇങ്ങനെ നമ്മുടെ അഞ്ജലിയുടെ അച്ഛനെടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ ചെട്ടിയാരുടെ അടുത്ത് ഓൾഡ് ആയിട്ടുള്ള ഗോൾഡ് അയാൾ വാങ്ങി വെക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ അതുമായിട്ടൊരു ഡീല് ഈ ചെട്ടിയാർ നമ്മുടെ അഞ്ജലിയുടെ അച്ഛനായിട്ട് നടത്തും കേട്ടോ. അതാണ് സംഭവം. അഞ്ജലിയുടെ അച്ഛൻ പറയാണ്, ചെട്ടിയാരുടെ അടുത്ത് പഴയ ഗോൾഡ് ഉണ്ടായിരുന്നു, അതുമായിട്ട് ഞാനൊരു ഡീൽ ചെയ്ത് ഞാൻ ആ സ്വർണ്ണം അങ്ങോട്ട് വാങ്ങി. വല്ല പുത്തം പോലെ തന്നെയുള്ള സ്വർണ്ണമാണ്. ഈ ഒരു ഇനത്തിൽ നമുക്ക് പണിക്കാശ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവായിട്ട് 10,000 കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും ഈ സ്വർണ്ണം ഒന്ന് നോക്കിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലിയുടെ അച്ഛൻ സ്വർണ്ണമൊക്കെ തുറന്നിട്ട് അമ്മായിയും അതുപോലെ തന്നെ ശകുന്തളാമ്മയൊക്കെ കാണുകയാണ്. അഞ്ജലിയാണ് നോക്കുന്നില്ല. അഞ്ജലിയുടെ മനസ്സിൽ വേറെ പല കാര്യങ്ങളാണല്ലോ ഉള്ളത്. എന്താണെങ്കിലും അഞ്ജലി വളരെ വിഷമിച്ച്, ഇവരെല്ലാം ഒരു സൈഡിൽ വളരെ സന്തോഷത്തോടെ എക്സൈറ്റ്മെൻറ്റോടു കൂടി നിൽക്കുമ്പോൾ നമ്മുടെ അഞ്ജലി വളരെ വിഷമിച്ച് മാറി നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യും എന്നറിയാതെ. പിന്നീട് നമ്മൾ പ്രൊമോയിൽ കാണുന്നത് അഞ്ജലിയും നമ്മുടെ അർജുനും അമ്പലത്തിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. അവിടെ വെച്ചിട്ട് അഞ്ജലി ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ അർജുനെ കാണുന്നില്ല. അർജുനെ വെയിറ്റ് ചെയ്തിട്ട് അന്ന് കാക്കാത്തിനെ കണ്ട ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കാക്കാത്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് ഓർമ്മ വരും. 1 മാസത്തിനുള്ളിൽ കല്യാണം നടക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് കാക്കാത്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് ഓർമ്മ വരും. കാക്കാത്തിനെ അവിടെ എല്ലായിടത്തും നമ്മുടെ അഞ്ജലി അവിടെ ഇരുന്നുകൊണ്ട് നോക്കും, പക്ഷേ എവിടെയും കാണത്തില്ല. അങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അർജുൻ കടന്നു വരും കേട്ടോ. അങ്ങനെ അർജുൻ കടന്നു വന്നിട്ട് പതുക്കെ നമ്മുടെ അഞ്ജലിയെ തട്ടും. എന്നിട്ട് അഞ്ജലിയോട് ചോദിക്കും, എന്താണോ താനിങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, തനിക്കിത് എന്ത് പറ്റിയിടോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴും വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും നമ്മുടെ അഞ്ജലിക്കില്ല കേട്ടോ. കാരണം അഞ്ജലിക്ക് വളരെ വിഷമമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതിൽ, അങ്ങനെയൊക്കെ ഓർത്തിരിക്കുകയാണ്. അപ്പോൾ അർജുൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. താൻ വീട്ടിലെന്തെങ്കിലും പറഞ്ഞോ, നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? അഞ്ജലി പറയും, ഇല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അർജുൻ വീട്ടിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞോ? അപ്പോൾ അർജുൻ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഒന്നും പറഞ്ഞില്ല, ഞാനൊരു സാവകാശം എനിക്കിത് കിട്ടിയിട്ടില്ല, ഞാൻ പറയും എന്താണെങ്കിലും. താൻ ധൈര്യമായിട്ടിരിക്കുക, താനിങ്ങനെ വിഷമിക്കാതിരിക്കുക, നമുക്കെല്ലാം റെഡിയാക്കാടോ. പിന്നീട് അർജുൻ്റെ ഒരു കുസൃതിയാണ്. അർജുനാണെങ്കിൽ ഇത്രയും സീരിയസ് ആയിട്ട് നമ്മുടെ അഞ്ജലി ഇരിക്കുമ്പോൾ അർജുൻ ചോദിക്കുകയാണ്, എടോ, ഇന്നലെ നമ്മുടെ രാത്രി അങ്ങനെ ആയിപ്പോയി, എനിക്ക് തന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. അതിപ്പോൾ എങ്ങനെയാണ് ഞാൻ പറയുക, എങ്ങനെയാണ് ഞാൻ ചോദിക്കുക? അപ്പം അഞ്ജലി പറയും, രാജീവ്, എന്താണെങ്കിലും പറഞ്ഞു, കുഴപ്പമില്ല, താൻ എന്തിനാ പറയാതിരിക്കുന്നത്, മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക, എന്ത് സംഭവമാണെങ്കിലും പറഞ്ഞോളൂ. അപ്പോൾ നമ്മുടെ അർജുൻ പറയും, അതെ, എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആദ്യ രാത്രി ഇന്നലെ അങ്ങനെയൊക്കെ ആയിപ്പോയി, എനിക്കൊരു കാര്യം തന്നോട് ചോദിക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണ് നമ്മുടെ ശാന്തി മുഹൂർത്തം? ഇത് കേൾക്കുമ്പോഴത്തേനും അഞ്ജലിക്കാണെങ്കിൽ ആകെ ദേഷ്യമാണ് കേട്ടോ വരുന്നത്. പുള്ളിക്കാരിയാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ഓർത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചു പോയ കാര്യങ്ങളും ഇതൊന്നും അച്ഛനോട്
പറഞ്ഞിട്ടില്ല, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ. ഇതൊക്കെ ആലോചിച്ച് ഇരിക്കുമ്പോഴാണ് ശാന്തി മുഹൂർത്തത്തിൻ്റെ കാര്യം നമ്മുടെ അർജുൻ പറയുന്നത്. അപ്പോൾ അഞ്ജലിക്ക് ആകെ ദേഷ്യം വരും. അഞ്ജലി അവിടെ നിന്ന് പോകും, പോകാനെന്ന രീതിയിൽ വിട്ടുപോകും. അപ്പം തന്നെ അർജുൻ പുറകെ ചെന്ന് പിടിക്കും. എന്നിട്ട് അർജുൻ പറയും, എടോ ഞാനൊരു തമാശ പറഞ്ഞതാടോ, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, താൻ അത് പറഞ്ഞ് വിഷമിച്ചിരിക്കല്ലേ, താൻ ധൈര്യമായിട്ട് ഇരിക്കുക, എല്ലാം നല്ല രീതിയിൽ വരുള്ളൂ, നമുക്ക് ദൈവം കൂടെയുണ്ട്, എല്ലാം നല്ല രീതിയിലാകും, താൻ ധൈര്യമായിട്ട് ഇരിക്കുമെന്ന് പറയും. അപ്പോഴാണ് അഞ്ജലി ചോദിക്കുന്നത് ഇതുപോലെ രാജീവ് വീട്ടിൽ പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അർജുൻ ഇങ്ങനെ മാറി നിന്ന് എന്ത് അഞ്ജലിയോട് പറയണം എന്നറിയാൻ ചിന്തിക്കുകയാണ്. എങ്ങനെ ഇത് അഞ്ജലിയോട് തുറന്നു പറയും, ഈ ഒരു സമയത്ത് ഇത് പറഞ്ഞാലോ, അങ്ങനെയൊക്കെ ആലോചിച്ച് ഇരുന്നിട്ട് അർജുനോട് നമ്മുടെ അഞ്ജലി ചോദിക്കും, എന്താണ് രാജീവ് ആലോചിക്കുന്നത് എന്ന്. അപ്പോൾ അർജുൻ ഇങ്ങനെ മറുപടി പറയും, അഞ്ജലി ഇപ്പോൾ എന്താണെങ്കിലും നമുക്ക് നമ്മുടെ രണ്ടുപേരുടെയും കരിയറിലേക്കുള്ള കാര്യങ്ങളെ പറ്റി നോക്കാം. അഞ്ജലിക്ക് പത്മ കേസ് വിജയിക്കണം, അതാണ് നമുക്ക് ഇപ്പോൾ പ്രാധാന്യം. അതിനുശേഷം നമുക്കെല്ലാം റെഡിയാക്കാം, ധൈര്യമായിട്ടിരിക്കുക. ഇങ്ങനെ അർജുൻ പറയും. അത് മാത്രമല്ല, അർജുൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. താൻ അഡ്വക്കേറ്റുമാരുടെ ഇടയിൽ വലിയൊരു താരോദയമായി മാറണം ഈ പത്മ കേസ് വിജയിച്ച്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം, താനൊരു വലിയ താരമായി മാറണം എന്ന് നമ്മുടെ അർജുൻ പറയും. ഇത് കേൾക്കുമ്പോഴത്തേനും നമ്മുടെ അഞ്ജലി കുട്ടിക്ക് വലിയ കോൺഫിഡൻസും സന്തോഷമൊക്കെ വരും. പക്ഷേ പെട്ടെന്ന് അഞ്ജലിയുടെ മുഖം മാറും. എന്നിട്ട് അഞ്ജലി പറയും, എനിക്കൊരിക്കലും ഒരു താരവും ആകണ്ട രാജീവ്, എനിക്കാകേണ്ടത്, എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം അയാളെ തോൽപ്പിക്കുക, അയാളുടെ പതനമാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അഡ്വക്കേറ്റ് രാഘവനുണ്ണി, അയാൾ തോറ്റ് തുന്നം പാടണം, അയാളുടെ പതനമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, അല്ലാതെ എൻ്റെ താരോദയമൊന്നുമല്ല. ഇത് കേൾക്കുമ്പോഴത്തേന് അർജുൻ്റെ മനസ്സ് അങ്ങോട്ട് പെടഞ്ഞു പോകും കേട്ടോ. കാരണം എന്തൊക്കെ പറഞ്ഞാലും രാഘവനുണ്ണി സ്വന്തം അച്ഛനാണല്ലോ. അപ്പം അതാലോചിച്ച് ഇങ്ങനെ നമ്മുടെ അർജുൻ നിൽക്കുകയാണ്. എന്താണെങ്കിലും ഇങ്ങനൊരു സീനാണ് പിന്നീട് ഉണ്ടായത്. പിന്നീട് കാണുന്ന സീനെന്ന് പറയുന്നത് ശംഖചക്രം തറവാട്ടിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ പത്മ കേസിൻ്റെ അടുത്ത ഹിയറിങ് അടുത്ത ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇനി പത്മ കേസ് വീണ്ടും ലൈവ് ആകാനായിട്ട് പോവുകയാണ് കേട്ടോ. എന്താണെങ്കിലും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും നടക്കാനായിട്ട് പോവുകയാണ്. അതിനിടയിൽ നമ്മുടെ അഞ്ജലി നമ്മുടെ അർജുനോട് ചോദിക്കുന്നുണ്ട്, അമ്പാടി പത്മേനെ എത്തിച്ചോളൂല്ലേന്ന്. അപ്പോൾ എത്തിച്ചോളും എന്ന രീതിയിൽ നമ്മുടെ അർജുൻ പറയുന്നുണ്ട്. എന്താണെങ്കിലും പിന്നെ കാണുന്ന സീനാണ് ശംഖചക്രത്തിൽ രാഘവനുണ്ണി പത്മ കേസുമായി ബന്ധപ്പെട്ട ഫയൽസും കാര്യങ്ങളൊക്കെ നോക്കിയാണ്, പല കുതന്ത്രങ്ങളും എഴുതുകയാണ്, പല കള്ള സർട്ടിഫിക്കറ്റുകളും ഉണ്ടാക്കുകയാണ്. അങ്ങനെ സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നു. അയാളുടെ ഭാര്യ അവിടെ തന്നെയുണ്ട്. ഈ സമയത്ത് കുറുപ്പ് പുറത്തു വരും, ഫോൺ വിളിക്കും. എന്നിട്ട് ഈ രാഘവനുണ്ണിയുടെ വൈഫാണ് എടുക്കുന്ന, പുള്ളിക്കാരി ഫോൺ എടുക്കും. രാഘവനില്ലേ, ഒന്ന് പുറത്തേക്ക് വരാമോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ രാഘവനുണ്ണിയും വൈഫും കൂടെ പുറത്തേക്ക് ചെല്ലും. അവിടെ വെച്ചിട്ട് കുറുപ്പ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയണം. എടോ, അന്ന് എൻ്റെ മോൾ അങ്ങനെയൊക്കെ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല, താൻ എന്നോട് ക്ഷമിക്കണം, ആ ഒരു ദേഷ്യത്തിലാണ് ഞാൻ അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞതുപോയി. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടോ, പത്മയെ തപ്പിയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അവൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സിനിമ സ്റ്റൈൽ വന്ന് കയറിയാൽ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാം. എന്താണെങ്കിലും തന്നോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ രാഘവനുണ്ണി പറയും, എടോ അതൊന്നും കുഴപ്പമില്ല, എനിക്ക് തന്നെ മനസ്സിലാവും, തന്നോട് ക്ഷമ ചോദിക്കേണ്ടത് ഞങ്ങളല്ലേ തന്നെ വിഷമിപ്പിച്ചത്, തന്നെയും തന്നെ മോളെയൊക്കെ വിഷമിച്ചത്, താനതൊക്കെ വിട്ടുകളാ, നമുക്ക് എന്താണെന്ന് വെച്ചാൽ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ താൻ ധൈര്യമായിട്ട് ഇരിക്കുന്നതൊക്കെ പറയും. പിന്നെ കുറിപ്പ് പിന്നെയും പറയാണ്, എടോ വേറൊരു വലിയ പ്രശ്നം കൂടിയുണ്ട്, അന്നത്തെ പോലെ അർജുൻ ഈ പത്മ കേസിൽ കയറി ഇടപെടരുത്, അഞ്ജലിക്ക് സപ്പോർട്ടായിട്ട് അർജുൻ നാളെ വീണ്ടും വന്നൊരു പ്രശ്നം ഉണ്ടാക്കരുത്, അത് വീണ്ടും വലിയ പ്രശ്നങ്ങളാവും, താൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ നമ്മുടെ രാഘവനുണ്ണി പറയും, അത് വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം, തനിക്ക് ഞാൻ ഉറപ്പ് തരിക, അർജുൻ നാളെ വരത്തില്ല, അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്യാം. കുറുപ്പ് അപ്പോൾ പറയും, ഓ തൻ്റെ ഉറപ്പൊക്കെ എനിക്കറിയാം, മുമ്പ് പറഞ്ഞപ്പോഴൊക്കെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയാവുന്ന കാര്യമാണല്ലോ. രാഘവനുണ്ണി പറയും, ഈ തവണ ഉറപ്പ് തരുന്നത് ഞാനല്ല, എൻ്റെ വൈഫാണ്, അവൾ പറഞ്ഞ ഉറപ്പായിരിക്കുമോ, താൻ ധൈര്യമായിട്ടിരിക്കുക, അങ്ങനെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ കുറുപ്പിന് ചെറിയൊരു ആശ്വാസമൊക്കെയും, എന്താണെങ്കിലും അർജുൻ വരാതിരിക്കട്ടെ, അർജുൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നവും അവൻ വരാതിരിക്കണം, നിങ്ങൾ എന്നാന്ന് വെച്ചാൽ വേണ്ടത് ചെയ്യണം, എന്താണെങ്കിലും ഞാൻ പോവാം, നാളെ കോടതിയിൽ വെച്ച് നമുക്ക് കാണാം, എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ, എല്ലാം നല്ല രീതിയിൽ വരട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറിപ്പ് പോകും കേട്ടോ. എന്താണെങ്കിലും ഒരു കാര്യമുണ്ട്, എന്തോ ഒരു വലിയ ചതി അർജുൻ കോടതിയിൽ എത്താതെ ഇരിക്കാനായിട്ട് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് അർജുനെ മുറിയിൽ പൂട്ടിയിടുമെന്നാണ് തോന്നുന്നത് കേട്ടോ. അർജുൻ എഴുന്നേക്കാതെ മുറിയിൽ ക്ലോസ് ചെയ്തിടും. അപ്പോൾ
അഞ്ജലിയെ കാണാനോ പത്മേനെ കോടതിയിലെത്തിക്കാനോ അർജുൻ പോകത്തില്ല. അതിന് വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം കേട്ടോ. എന്താണെങ്കിലും ഈ പത്മ കേസ് വീണ്ടും ലൈവ് ആകുമ്പോൾ പല ചതിക്കുഴികളും നമുക്ക് കാണേണ്ടി വരും കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാന ഭാഗം എന്ന് പറയുന്നത് അഞ്ജലി ഇങ്ങനെ വീട്ടിൽ വളരെ വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ അഞ്ജലിയുടെ അച്ഛൻ കയറി വരും. മോളെ, നീ എന്താ ഇങ്ങനെ നടക്കുക, നീ എന്താ വളരെ വിഷമിച്ചിരിക്കുന്നത്? നമ്മുടെ അഞ്ജലി അപ്പോൾ പറയും, എന്താണെന്ന് അറിയില്ല അച്ഛാ, എനിക്ക് വളരെ ഒരു കോൺഫിഡൻസ് തോന്നില്ല, നാളത്തെ പത്മ കേസ് എന്താകും, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ എന്തോ ഒരു അഴുതാത്തത് നാളെ സംഭവിക്കാനായിട്ട് പോകും, അങ്ങനെയൊക്കെ ഒരു തോന്നലാണ് അച്ഛാ എനിക്കുള്ളത്, എന്താണെന്ന് അറിയില്ല, അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടിയില്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഉള്ളത് അച്ഛാ എന്ന് പറയും. അപ്പോൾ നമ്മുടെ അഞ്ജലിക്ക് ഒരു ആത്മവിശ്വാസം നമ്മുടെ അച്ഛൻ കൊടുക്കുകയാണ് കേട്ടോ. മോളെ, നീ ഒന്നും ഒത്ത് വിഷമിക്കേണ്ട, എല്ലാം നല്ല രീതിയിൽ നടക്കും, ഒറ്റപ്പെട്ട് വരുന്ന ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ അങ്ങ് ഒഴിവാക്കിക്കള, എല്ലാം നല്ലത് സംഭവിക്കുന്നുള്ളൂ, നീ നല്ലതേ സംഭവിക്കത്തുള്ളൂ, നീ ധൈര്യമായിട്ട് ഇരിക്കും മോളെ, ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലിയുടെ അച്ഛൻ കോൺഫിഡൻസ് കൊടുക്കുകയാണ്. ഏറ്റവും അവസാന ഭാഗത്ത് നമ്മൾ കാണുന്ന സീന് എന്ന് പറഞ്ഞാൽ കോടതിയിലാണ്. പത്മ കേസ് ലൈവ് ആകാൻ പോവുകയാണ്. അവിടെ അഡ്വക്കേറ്റ് രാഘവനുണ്ണി വലിയ സ്റ്റൈലിൽ വന്ന് കാറിൽ വന്ന് ഇറങ്ങണം. കൂടെ ഉള്ളവരൊക്കെ ഇങ്ങനെ വരുന്നു. ആ ഒരു സമയത്ത് അഞ്ജലിയുടെ അച്ഛൻ കോടതി മുറ്റത്ത് നിൽക്കുകയാണ്. എടോ എന്ന് പറഞ്ഞിട്ട് രാഘവനുണ്ണിയെ വിളിക്കുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. എന്തുകൊണ്ടാണ് അഞ്ജലിയുടെ അച്ഛൻ ആ ഒരു സമയത്ത് കോടതിയുടെ മുറ്റത്ത് ചെന്നത് എന്ന് നമുക്ക് മനസ്സിലായില്ല കേട്ടോ. എന്താണ് പുള്ളി വിചാരിക്കുന്നത്? എന്തോ ഒരു സംഭവം നടക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. എന്നാണെങ്കിലും ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത്. നിങ്ങൾ എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് കാത്തിരുന്ന് കാണുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇന്ന് വീക്കിൻ്റെ പ്രൊമോ വരുന്ന ദിവസമാണ്. അതിൻ്റെ കാര്യങ്ങളും റിവ്യൂസൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. എന്താണെങ്കിലും കാത്തിരിക്കുക, ഇന്നത്തെ എപ്പിസോഡ് കാണുക. ഒരിക്കൽ കൂടി പറയുന്നു, ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ടേക്ക് കെയർ. ബൈ ബൈ.